വെൽക്കം ടു കലവറ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് കൊണ്ടുള്ളൊരു പലഹാരമാണ്, മുന്തിരിക്കൊത്ത്. ഇത് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ പ്രാധാന്യം, പ്രത്യേകിച്ചും കൊല്ലം, ട്രിവാൻഡ്രം സൈഡിൽ. ഇതിനാവശ്യമായ സാധനങ്ങൾ: ചെറുപയർ പരിപ്പ് 1/4 കിലോ, ശർക്കര 1/4 കിലോ, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1.5 കപ്പ്. ഇത് മുക്കി പൊരിക്കാനായിട്ട് അപ്പത്തിൻ്റെ അരിപ്പൊടി വേണം. അത് പച്ച അരിപ്പൊടി വേണം എടുക്കേണ്ടത്. അത് വെള്ളത്തിൽ കലക്കി അതിൽ മുക്കിയാണ് പൊരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഉരുകിയാൽ മതി. സ്റ്റൗ ഓണാക്കാം. ശർക്കര ഉരുകുന്ന സമയം കൊണ്ട് പയറൊന്ന് വറുത്തെടുക്കാം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇത് ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പലഹാരമായിരുന്നു. അന്നൊക്കെ പയർ വാങ്ങിച്ച് വറുത്ത് പൊടിച്ചെടുക്കാറുണ്ട്. അതിൻ്റെ ആ തൊലിയൊക്കെ കുറച്ചൊക്കെ പോവും, ബാക്കി അതിൽ കാണും. ഇപ്പം ഇതുപോലുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് പരിപ്പ് ഇതുപോലെ കിട്ടുന്നു. പയർ വറുത്തത് ശരിയാവുമ്പം മൂത്ത മണം വരും. അല്ലെങ്കിൽ അല്പം എടുത്ത് വായിലിട്ട് കടിച്ചു നോക്കുമ്പോൾ ക്രിസ്പിനെസ് തോന്നും. പയർ റെഡിയായി. ഇനി ഇത് തണുക്കാനായിട്ട് വെക്കാം. അത് തണുക്കുന്ന സമയം കൊണ്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലില്ലാത്തവർ സാധാരണ തേങ്ങ തിരുമിയത് തന്നെ ഇട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് ചേർത്താൽ മതി. പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ തീരെ ഈർപ്പമില്ല. അതുകൊണ്ട് കൂടുതൽ ദിവസം മുന്തിരിക്കൊത്തിരിക്കും. തേങ്ങ ചൂടായി ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ശർക്കര ഉരുകി ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം സ്ട്രെയിനറിലൂടെ അരിച്ച് അതിൽ അഴുക്ക് കളയണം. പയറിങ്ങനെ മൂത്താൽ മതി, ഒരുപാടങ്ങ് ചുമക്കണ്ട. ഇതാണ് ശരിയായിട്ടുള്ള പാകം. ഇത് തണുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. റവയും പഞ്ചസാരയൊക്കെ ഇല്ലേ, അതുപോലെ. ഇതെങ്ങനെയാണ് പൊടിച്ചെടുക്കേണ്ടത്? ചെറിയ തരിയോടെ. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരിച്ചു വെച്ചിരുന്ന ശർക്കര കുറേശ്ശെ ഒഴിച്ച് പിടിക്കാൻ പാകത്തിന് ഇളക്കിയെടുക്കാം. ഇനി ഇത് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഇത് നല്ലതുപോലെ മുറുക്കി പിടിച്ചെടുക്കണം. അതല്ല നിലയിൽ പൊഴിഞ്ഞു പോകും. ഇനി ഇതെല്ലാം നമുക്ക് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. ഇതിലേക്കിനി അപ്പത്തിൻ്റെ പച്ച അരിപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം. അല്പം കട്ടി വേണം, ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. ഇതിനി മാവിൽ മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഒരുപാട് കൂടുതൽ ഇടണ്ട. ഇട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും. ഒട്ടിപ്പിടിച്ചാലും കുഴപ്പമില്ല. അത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇളക്കി ഒടിച്ചെടുക്കാം.
ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് പയർ കൊണ്ടുണ്ടാക്കിയതായതുകൊണ്ട് പോഷക ഗുണമുള്ളതാണ്. അതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിരുന്ന 2 ആഴ്ചയോളം ഇരിക്കും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.